വർഗരാഷ്ട്രീയത്തെ അടയാളപ്പെടുത്തിയ മഞ്ഞുമ്മൽ ബോയ്സിലെ പേടന്റെ പാട്ട്. മഞ്ഞുമ്മൽ ബോയ്സ് കണ്ടവർക്കറിയാം, ആ സിനിമ എന്ന് പറയുന്നത് മഞ്ഞുമ്മലിലെ തൊഴിലാളികളായ കൂലിപ്പണിക്കാരായ ചുമട്ട് തൊഴിലാളികളായ കുറച്ച് ചെറുപ്പക്കാരുടെ ജീവിതത്തെക്കുറിച്ചും അവരുടെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ചും സംസാരിക്കുന്ന ഒന്നാണ്. സിനിമയുടെ ഈ കഥാപശ്ചാത്തലം സിനിമയിലെ കുതന്ത്രം എന്ന പാട്ട് കൃത്യമായി തന്നെ അടയാളപ്പെടുത്തുന്നുണ്ട്. ഈ പാട്ടു തന്നെയാണ് മഞ്ഞുമ്മൽ ബോയ്സിനെ സിനിമയിൽ പരിചയപ്പെടുത്തുന്നത്. പെരിയാറിന്റെ തീരത്തുള്ള മഞ്ഞുമലിലെ മനുഷ്യരുടെ ജീവിതം, തൊഴിലാളികളായ ചെറുപ്പക്കാരുടെ സൗഹൃദത്തിന്റെ ആഴം, അങ്ങനെ ഈ സിനിമയെ പൂർണ്ണമായി അടയാളപ്പെടുത്തുന്ന വരികളിൽ വർഗരാഷ്ട്രീയം തെളിഞ്ഞു തന്നെ കാണുന്ന ഒരു ഗാനമായിരുന്നു കുതന്ത്രം. എത്രയോ കാലമായി മലയാള സിനിമയിൽ വന്നിട്ടുള്ള പാട്ടുകളിൽ ഏറ്റവും ഭംഗിയായി വർഗരാഷ്ട്രീയത്തെ അടയാളപ്പെടുത്തിയ വർക്കിംഗ് ക്ലാസ് ആന്തം കൂടിയാണ് കുതന്ത്രം. ഈ ഗാനവും അത് പാടിയ വേടനും സംസ്ഥാന അവാർഡ് അർഹിക്കുന്നുണ്ട് എന്നതിൽ സംശയമില്ല. കുതന്ത്രത്തിന് സംസ്ഥാന അവാർഡ് ലഭിച്ചതിന് ശേഷം ചില ബുദ്ധിജീവി സങ്കേതങ്ങൾ അസ്വസ്ഥരാണ്. ആ പാട്ടിലെ 2 വരികളെടുത്ത് വയലാർ എഴുതുമോ ഇതുപോലെ എന്നൊക്കെ ചോദിച്ച് ആ പാട്ടിനെയും ആ പാട്ടിന് അവാർഡ് നൽകിയ സംസ്ഥാന സർക്കാരിനെയും പരിഹസിക്കുന്നവരുണ്ട്. തൊഴിലാളികളുടെ ജീവിതത്തിനോടും അതിനെ അടയാളപ്പെടുത്തുന്ന എന്തിനോടുമുള്ള പരിഹാസം ഇവർ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. അതുകൊണ്ട് ഉച്ചവെയിലത്ത് മാടുപോലെ ഉഴച്ചിട്ട് അന്തിമയങ്ങുമ്പോൾ ആടിക്കള്ളു കുടിച്ചിട്ട് പിച്ച വെച്ചതെല്ലാം പെരിയാറിൻ മടിത്തട്ട്, കപ്പലൊച്ചയല്ലോ താരാട്ടുപാട്ട്.